IPL വാതുവെപ്പ് കേസിലെ ജിജു ജനാർദ്ദനെ പങ്കിനെ സംബന്ധിച്ച വാദത്തിനിടെയാണ് ശ്രീശാന്തിന് അനുകൂലമായ നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വാതുവെപ്പിനായി പണം കൈമാറിയത് ജിജു ജനാർദ്ദനും ഇടനിലക്കാരനും തമ്മിലല്ലേ എന്ന് കോടതി ചോദിച്ചു. ഈ സാഹചര്യത്തിൽ ശ്രീശാന്തിനെ അറസ്റ്റ് ചെയ്യാനിടയ്ക്ക് സാഹചര്യം എന്താണെന്നും ദില്ലി പോലീസിനോട് കോടതി ആരാഞ്ഞു. ശ്രീശാന്തിന്റെ കയ്യിൽ പണമെത്തിയതിന് തെളിവുകളില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ജുഡീഷ്യറിലുള്ള വിശ്വാസം അത് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ എങ്കിലും എനിക്ക് ഉറപ്പാണ് ഇനി അധികം താമസമില്ല. എൻ്റെ ആഗ്രഹം മാർച്ചിനുള്ളിൽ ഒരു ക്ലബ് ക്രിക്കറ്റിൽ കളിക്കണമെന്നാണ്. മിക്കവാറും നടക്കുമെന്ന് തോന്നുന്നു. ഇടനിലക്കാരൻ ടെലിഫോണിൽ സംസാരിച്ചതും പണം നൽകിയതും ജിജു ജനാർദ്ദനാണ്. ജിജു ജനാർദ്ദനൻ ഈ പണം ശ്രീശാന്തിന് കൈമാറിയതായി തെളിവുകളില്ല. ശ്രീശാന്ത് മുംബൈയിൽ ഷോപ്പിംഗ് നടത്തിയത് വാതുവെപ്പിലൂടെ ലഭിച്ച പണം കൊണ്ടാണെന്ന പോലീസിന്റെ ആരോപണം എന്തടിസ്ഥാനത്തിലാണെന്നും കോടതി ചോദിച്ചു. IPL വാതുവെപ്പ് കേസിൽ ശ്രീശാന്ത് അടക്കം എല്ലാ പ്രതികളോടും ഇന്ന് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇന്നലെ ഹാജരാകാനാണ് കോടതി നിർദ്ദേശം നൽകിയിരുന്നതെങ്കിലും ശ്രീശാന്ത് ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം പ്രതികളും ഹാജരായിരുന്നില്ല. തുടർന്ന് ഇന്ന് ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് ശ്രീശാന്ത് ഉൾപ്പെടെയുള്ള കേസിലെ എല്ലാ പ്രതികളും ഇന്ന് പട്യാല ഹൗസ് കോടതിയിലെത്തിയത്. തിങ്കളാഴ്ചയാണ് IPL കേസിന്റെ തുടർവാദം പട്യാല ഹൗസ് കോടതിയിൽ നടക്കുക. അന്നേ ദിവസം കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്നും ശ്രീശാന്തിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ക്യാമറമാൻ വികാസ് കുമാർ റായിക്കൊപ്പം ദില്ലിയിൽ നിന്നും അരുൺ നാരായൺ, റിപ്പോർട്ടർ.